ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഈ ഇടെയായി നിങ്ങളിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ ഇടെയായി എത്ര നിശബ്ദനാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്നല്ല ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾ പണ്ട് പ്രതികരിച്ചിരുന്നത് പോലെ ഇന്ന് നിങ്ങൾ പ്രതികരിക്കുന്നില്ല. അതിന് പകരം നിങ്ങൾ നിശബ്ദതയാണ് പാലിക്കുന്നത്. നിങ്ങൾ പണ്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവരോടുമായി ഷെയർ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ആരോടും ഓവറായി ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അതിന് പകരം നിങ്ങൾ പാലിക്കുന്നത് നിശബ്ദതയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തത് നിശബ്ദതയെയാണ്. മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നിശബ്ദത. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് റിയാക്റ്റ് ചെയ്യാത്തത്, നിങ്ങളുടെ അടുത്ത പ്ലാന് എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പഴയതുപോലെ ആർക്കും ഇന്നറിയാൻ നിങ്ങൾ വഴി സാധിക്കുന്നില്ല. അതുപോലെ നിങ്ങളുടെ ഈ ഒരു നിശബ്ദത ഇന്ന് ചില വ്യക്തികളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. മുൻപ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ പദ്ധതികളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ തീരുമാനങ്ങളും എല്ലാം മറ്റുള്ളവരോട് പങ്കുവച്ചിരുന്നു. എന്നാൽ നിങ്ങൾ അന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞ് തിരിയുമ്പോഴേക്കും അത് തകർക്കാൻ ആരെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തുമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. അല്ലെങ്കിൽ അതിലും മോശമായിട്ട് നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് അവർ മോശമായി മറ്റുള്ളവരോട് ഗോസിപ്പ് പറയുമായിരുന്നു. നിങ്ങളുടെ ഐഡിയാസ് മോഷ്ടിക്കുമായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ പങ്കുവെച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്നാൽ ആ വ്യക്തി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതൊന്നും ശരിയാവില്ല, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് അതൊന്നും കഴിയില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അന്ന് നിങ്ങളിൽ നിറഞ്ഞു നിന്ന ആ ഒരു ആവേശം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് സംശയമായി മാറി. അത് ഒരു തവണ അല്ലായിരുന്നു, പല തവണ അങ്ങനെ സംഭവിച്ചു. അതുമാത്രവുമല്ല, ഇത് അപരിചിതർ ആയിരുന്നില്ല ഇങ്ങനെ ചെയ്തത്, മറിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയ വ്യക്തികളായിരുന്നു. അതുപോലെ നിങ്ങൾ ഉയരാൻ ശ്രമിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ നിങ്ങളുടെ വെളിച്ചമായി മാറുന്നതിന് പകരം അവർ നിങ്ങൾക്ക് ഇരുട്ടായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും ഒരിക്കൽ എല്ലാ കാര്യങ്ങളും ഓവർ ഷെയർ ചെയ്തിരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എല്ലാ കാര്യങ്ങൾക്കും വാലിഡേഷൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പഴയ നിങ്ങൾ ഇന്ന് ഇല്ലാണ്ടായത്, അല്ലെങ്കിൽ ഇന്ന് അപ്രത്യക്ഷമായത്. ഇന്ന് നിങ്ങളിൽ മാറ്റമുണ്ടായി, നിങ്ങൾ പരിണമിച്ചു, നിങ്ങൾ ഒരു ലെവല് മുകളിലേക്ക് ഉയർന്നു. ഇന്ന് നിങ്ങൾ വ്യത്യസ്തനാണ്. എല്ലാം പൂർത്തിയാക്കുന്നത് വരെ എല്ലാം നിങ്ങളുടെ പക്കൽ രഹസ്യമാണ്. ആരെങ്കിലും അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് മനസ്സിലാക്കുന്നതൊഴികെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കിന്ന് അറിയില്ല. അതാണ് ഇതുവരെ നിങ്ങൾ നടത്തിയിട്ടുള്ള, നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിപരമായ നീക്കമെന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഉയർച്ചയിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു നീക്കം പലരിലും ഇന്ന് അസ്വസ്ഥതയുണ്ടാക്കുന്നു. അസൂയയും ശത്രുതയും കൂടുന്നു. എന്നാൽ ആ എനർജി നിങ്ങൾ കാണുന്നുമില്ല, നിങ്ങളെ സ്പർശിക്കാൻ കഴിയുകയുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി സഫോക്കേറ്റിംഗ് ആണ്, ഭാരമേറിയതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് തന്നെ അത് നിങ്ങളുടെ ആവേശത്തെ ഇല്ലാതാക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുക, നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക, നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുക, നിങ്ങളുടെ പദ്ധതികളെ സംരക്ഷിക്കുക, നിങ്ങളെ തന്നെ സംരക്ഷിക്കുക. അതുപോലെ ഇന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. അവർ ചിന്തിക്കുന്നത് നിങ്ങൾ വീണുപോയി, അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോയി എന്നാണ്. എന്നാൽ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളിന്ന് അതൊന്നും കാര്യമാക്കുന്നില്ല.
ആരെന്ത് ചിന്തിച്ചാലും എനിക്കൊന്നുമില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം അവർ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഗോസിപ്പ് പറഞ്ഞുകൊണ്ട് ബിസി ആകുന്ന സമയം നിങ്ങൾ ആ ഒരു സമയത്തെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വളർച്ചയിലാണ് നിങ്ങൾ ബിസി ആകുന്നത്. മണ്ണിനടിയിൽ കുഴിച്ചിട്ട ഒരു വിത്തിനെ പോലെയാണ് ഇന്ന് നിങ്ങൾ. ആരും ആ വിത്തിനെ ഇപ്പോൾ കാണുന്നില്ല. എന്നാൽ ആ വിത്ത് ഒരു ചെടിയായി മണ്ണ് തുളച്ച് പുറത്തു വരുന്നത് വരെ നിശബ്ദതയിൽ അതിൻ്റെ വേരുകളെ ആഴത്തിൽ ആ ചെടിക്ക് വേണ്ടിയിട്ടുള്ള അടിത്തറ ഉണ്ടാക്കുന്ന ശ്രമത്തിലാണ്. അതുപോലെയാണ് ഇന്ന് നിങ്ങളും. ഒന്നിനും നിങ്ങളെ തടയാൻ സാധിക്കില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു നിശബ്ദത ചില വ്യക്തികളെ നന്നായി സ്ട്രെസ്സിലാഴ്ത്തുന്നുണ്ട്. ഒരിക്കൽ ഒരു ബുക്ക് പോലെയാണ് അവർ നിങ്ങളെ വായിച്ചിരുന്നത്. എന്നാൽ ഇന്നൊരു നിഗൂഢമായ ഒരു നോവല് പോലെയാണ് അവർക്ക് നിങ്ങളെ തോന്നുന്നത്. എന്താണ് വരാനിരിക്കുന്നത് എന്ന് അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ആ ഒരു അനിശ്ചിതത്വം അവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ നിശബ്ദരാണെങ്കിലും നിങ്ങളൊന്നും മറച്ചു വെക്കുന്നില്ല. നിങ്ങളായിട്ട് ഒന്നും മറച്ചു വെക്കുന്നില്ല. കാരണം നിങ്ങൾക്കാരെയും ഭയമില്ല. നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾ ഇന്ന് ബുദ്ധിയുള്ളവരാണ്. ഒരു വ്യത്യാസമുണ്ട്. ഭയം നിങ്ങളുടെ പ്രോഗ്രസ്സിനെ, പുരോഗതിയെ പിന്നോട്ട് വലിക്കും. എന്നാൽ ജ്ഞാനം നിങ്ങളുടെ പുരോഗതിയെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ന് നിങ്ങൾ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്. കൂടുതൽ സമയവും നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങളെ എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കുറ്റബോധമോ ദേഷ്യമോ തോന്നുന്നില്ല. നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതായി വരുന്നില്ല. നിങ്ങൾ ജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികളെ ഇന്ന് നിങ്ങൾ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നുമില്ല. അതാണ് നിങ്ങളിലുണ്ടായ ആ വലിയ വളർച്ച, നിങ്ങളിലുണ്ടായ ആ ഒരു വലിയ മാറ്റം. ഇത് വളരെ പെട്ടെന്നുണ്ടായതല്ല. ഇത് സൂക്ഷ്മമാണ്, സ്ഥിരതയുള്ളതുമാണ്, അതുപോലെ ശക്തവുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കാതെ ജീവിക്കുമ്പോഴും നിങ്ങളുടെ കഥ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ വിലയിരുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയയുടെ കാര്യം പറയാൻ കാരണം ഇന്ന് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങളെ വിലയിരുത്താറില്ലേ? നിങ്ങൾ ഹാപ്പിയാണോ അല്ലെങ്കിൽ നിങ്ങൾ സങ്കടമാണോ എന്നൊക്കെ വിലയിരുത്താറില്ലേ? അവർ ഒരാഴ്ചയായിട്ട് ഒന്നും പോസ്റ്റ് ചെയ്തില്ല, അപ്പോൾ എന്തോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സ്പേസിൽ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുന്നുണ്ടാകും അല്ലേ? ഫേക്കായിരുന്ന വ്യക്തികൾ നിങ്ങളെ അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തനിനിറം കാണിക്കാതെ ഇരുന്നെങ്കിൽ, ഇന്നും നിങ്ങൾ പഴയതുപോലെ അവരോട് ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ മറ്റുള്ളവരുടെ ഈ ഒരു വഞ്ചനകളും ഈ ഒരു നിരുത്സാഹവും ഈ ഒരു ഗോസിപ്പും എല്ലാം തന്നെ നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കാനും അതുപോലെ മികച്ചതാക്കാനുമല്ലേ സഹായിച്ചത്? നിങ്ങളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത്. ഇന്ന് നിങ്ങൾക്ക് ആരുടെയും വാലിഡേഷൻ ആവശ്യമില്ല. എല്ലാവരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാണ് ലഭിച്ചത്, സമാധാനം. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്ന് കഴിയുന്നുണ്ട്. നിങ്ങളെ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്ന, നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചിരുന്ന, നിങ്ങളുടെ വിജയം ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ സമയമാകുമ്പോൾ നിങ്ങളോടൊപ്പം ആ ഒരു വിജയം ആഘോഷിക്കും. അല്ലാത്തവർ അവരുടെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഊഹിച്ചൂഹിച്ച് സ്വയം സമയം കളയും, സ്വന്തം സമയം നഷ്ടപ്പെടുത്തും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കും. നിശബ്ദരായിരിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമല്ല നൽകുന്നത്, മറിച്ച് നിങ്ങൾക്ക് പവറാണ് നൽകുന്നത്. നിങ്ങളെ അൺപ്രെഡിക്റ്റബിൾ ആക്കും, നിങ്ങളെ തകർക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാക്കും. അതുവഴി നിങ്ങളും നിങ്ങളുടെ ജീവിതവും ഉയരങ്ങളിലെത്തും.
ഇനി നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന എന്നോടൊപ്പം പറയുക. ഭഗവാനെ, എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിശബ്ദനാകണം എന്ന് എന്നെ ഗൈഡ് ചെയ്യുന്നതിന് നന്ദി. ഈ നിശബ്ദത എൻ്റെ ശക്തിയാക്കുന്നതിന് നന്ദി. ഈ നിശബ്ദത ഒരു ബലഹീനതയല്ല എന്നും എൻ്റെ സമാധാനത്തെ സംരക്ഷിക്കുന്നതിനുള്ള അങ്ങയുടെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണെന്നും എനിക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദി. എൻ്റെ ചുറ്റുമുള്ള എല്ലാ വ്യക്തികളുടെയും ഹൃദയം ഇന്ന് എനിക്ക് കാണാൻ കഴിയുന്നതിന് നന്ദി. ആരൊക്കെയാണ് എൻ്റെ നന്മ ആഗ്രഹിക്കുന്നതെന്ന് ഒരു സംശയം കൂടാതെ ഇന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് നന്ദി. ആരൊക്കെയാണ് ഞാൻ വീഴാൻ രഹസ്യമായി കാത്തിരിക്കുന്നതെന്ന് എനിക്ക് അങ്ങ് ബോധ്യപ്പെടുത്തി തന്നതിന് നന്ദി. എനിക്ക് വിവേചന ബുദ്ധി നൽകിയതിന് നന്ദി. അസൂയയെ സ്നേഹമായും മാനിപ്പുലേഷനെ കെയറായും വേർതിരിച്ച് കാണാൻ എനിക്ക് സാധിച്ചതിന് നന്ദി. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ ലക്ഷ്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വളർത്തിയ എല്ലാ ആഗ്രഹങ്ങളും സമാധാനത്തിൽ വളർത്തുന്നതിന് നന്ദി. എൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും അസൂയക്കാരിൽ നിന്നും അകലെയാക്കിയതിന് നന്ദി. എൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ച വ്യക്തികളിൽ നിന്നും അകലെയാക്കിയതിന് നന്ദി. അങ്ങയുടെ ഡിവൈൻ സംരക്ഷണത്താൽ എൻ്റെ എനർജിയെ കാത്തു സൂക്ഷിക്കുന്നതിന് നന്ദി. നെഗറ്റീവ് എനർജികളെ എൻ്റെ സോളിനെയും എൻ്റെ എനർജിയെയും സ്പർശിക്കാൻ പോലും അനുവദിക്കാത്തതിന് നന്ദി. ക്ഷമ നൽകി എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി. എൻ്റെ ഡിവൈൻ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിനുള്ള ക്ഷമ നൽകിയതിന് നന്ദി. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.